എത്ര കിട്ടി എന്നാണ് ഒരു മുൻ എക്സൈസ് മന്ത്രി ചോദിച്ചത്. അവരോരോ തീരുമാനങ്ങൾ, മദ്യനയം സംബന്ധിച്ച തീരുമാനങ്ങളെടുത്തതൊക്കെ എന്തെങ്കിലും കിട്ടിയിട്ടാണോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. അദ്ദേഹം ചോദിച്ചു, എന്ത് കിട്ടി, സതീശൻ എന്ത് കിട്ടി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്വേഷണം. എന്തായാലും പ്രതിപക്ഷത്തിനൊപ്പം തന്നെ കോൺഗ്രസിൽ നിന്നും അതിനെതിരായിട്ട് വളരെ ശക്തമായിട്ടുള്ള വിമർശനമുണ്ടായി. എന്തോ വലിയ രീതിയിൽ മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നു, മദ്യവിൽപ്പനക്കാർക്കായിട്ട് കേരളത്തിൻ്റെ വിപണി തുറന്നു കൊടുക്കാൻ പോകുന്നു, ഈ രീതിയിലുള്ള വലിയ വിമർശനങ്ങൾ കോൺഗ്രസിൽ നിന്ന് തന്നെ ഉണ്ടായി. ബജറ്റ് ചർച്ചകൾക്ക് മറുപടി പറയുമ്പോൾ വി ഡി സതീശൻ, ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി, ഈ വക ആരോപണങ്ങളുടെ പൊള്ളത്തരം കൃത്യമായിട്ട് തുറന്നു കാട്ടി. സത്യം പറഞ്ഞാൽ ഈ ധാതുമണൽ ഇടനാഴി എന്ന് പറയുന്നത് അവിടെ സ്വകാര്യ മേഖലയ്ക്ക് യാതൊരു പങ്കുമില്ല. സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി അല്ലിത്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ചേർന്നുള്ള ഒരു സംയുക്ത സംരംഭമാണ്. ഒരു കൺസോർഷ്യം ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ധാതു സമ്പത്തിനെ പ്രയോജനപ്പെടുത്തുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. അത് കേന്ദ്രത്തിൻ്റെ നയത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ സ്വകാര്യ കരിമണൽ ഖനനത്തിനോ ധാതുമണൽ ഖനനത്തിനോ ഒരു സ്വകാര്യ മേഖലയും അനുവദിക്കുന്നില്ല. അദ്ദേഹം അച്ചട്ടായിട്ട് പറഞ്ഞു, അർത്ഥശങ്കയില്ലാതെ തന്നെ പറഞ്ഞു.